അടുത്ത ക്വസ്റ്റ്യൻ സർഫസ് കെമിസ്ട്രി എന്നാണ്. നിങ്ങൾക്കറിയാം അക്കോർഡിംഗ് ടു യുവർ JEE മെയിൻ സിലബസ് സർഫസ് കെമിസ്ട്രി ഡിലീറ്റഡ് ആണ്. എന്നാൽ JEE അഡ്വാൻസിൻ്റെ സിലബസ് പ്രകാരം അത് സിലബസിലുണ്ട് അല്ലേ. നോക്കൂ, അഡ്സോർപ്ഷൻ ഓഫ് ഫിനോൾ ഫ്രം ഇറ്റ്സ് എക്വ സൊല്യൂഷൻ ഓൺ ടു ഫ്ലൈ ആഷ് ഒബേസ് ഫ്രൂഡ്ലിക് ഐസോത്തോം. അപ്പം നമ്മൾ ഫിനോളിനെ ഒരു അഡ്സോർബൻറ്റിൻ്റെ മുകളിലൂടെ നമ്മൾ ഫ്ലോ ചെയ്യിക്കുകയാണ്. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഫിനോളിൽ എന്താവും, ഫിനോൾ ഗെറ്റ് സം ക്വാണ്ടിറ്റി ഓഫ് സം എമൗണ്ട് ഓഫ് ഫിനോൾ വിൽ ഗെറ്റ് അഡ്സോർബ്ഡ് ഓൺ ദ ഫ്ലൈ ആഷ്. ഫ്ലൈ ആഷ് എന്ന് പറയുന്ന അഡ്സോർബൻ്റ് ആണ്. ആ അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ ഇത് എന്താവും, അബ്സോർബ് ആവും. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഫ്രം 10 milligram per gram. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കോൺസെൻട്രേഷൻ ഓഫ് ഫിനോളാണ് കൊടുത്തിരിക്കുന്നത്. 10 milligram per gram എന്ന് പറഞ്ഞാൽ എന്താ, 1 gram വെള്ളത്തിൽ 10 milligram ഫിനോൾ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് കോൺസെൻട്രേഷൻ ഓഫ് ഫിനോൾ, ഫസ്റ്റ് കോൺസെൻട്രേഷൻ, ആൻഡ് ദിസ് ഇസ് ദി സെക്കൻഡ് കോൺസെൻട്രേഷൻ. 2 കോൺസെൻട്രേഷനുള്ള ഫിനോളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ആൻഡ് ദ കോൺസെൻട്രേഷൻസ് ഓഫ് ദി അഡ്സോർബ്ഡ് ഫിനോൾ ആർ, അവിടെ അഡ്സോർബ്ഡ് ഫിനോളുടെ കോൺസെൻട്രേഷൻ സർഫസിന് മുകളിൽ എത്ര അഡ്സോർബ് ചെയ്തു, ആ അഡ്സോർബ് ചെയ്തത് എത്രയാണ്, 4 milligram per gram. അതെന്താ സാധനം, 4 milligram ഓഫ് ഫിനോൾ ഇസ് അഡ്സോർബ്ഡ് പെർ ഗ്രാം ഓഫ് അഡ്സോർബൻറ്റ്. 1 gram അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ 4 milligram അഡ്സോർബ് ആയിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് x/m വാല്യൂ ആണ് ഈ 4 milligram എന്ന് പറയുന്നത്. ആൻഡ് സോ നമുക്കറിയാം ഫ്രൂഡ്ലിക് ഐസോത്തേം അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോൺസെൻട്രേഷൻ 10 milligram per gram ഉള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫിനോൾ നമ്മൾ ഫ്ലൈ ആഷിലൂടെ കടത്തി വിട്ടപ്പം അതിൻ്റെ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന 4 milligram per gram, 16 milligram per gram ഉള്ള ഫിനോളിനെ നമ്മൾ ഫ്ലൈ ആഷിലൂടെ കടത്തി വിട്ടപ്പോൾ അതിൻ്റെ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് 10 milligram per gram ആണ്. At this temperature the concentration of adsorbed phenol from 20 milligram per gram aqua solution of phenol. അപ്പോൾ ഈ 2 ഡാറ്റ ഉപയോഗിച്ച് നിങ്ങൾക്ക് 20 milligram per gram കോൺസെൻട്രേഷൻ ഉള്ള ഫിനോളിനെ നിങ്ങൾ ഇതേ ഫ്ലൈ ആഷിലൂടെ കടത്തി വിട്ടാൽ അതിൻ്റെ അഡ്സോർപ്ഷൻ എത്രയാണ്, x/m വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. സോ ഫ്രൂഡ്ലിക് ഐസോത്തേമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, x/m ഈക്വൽ ടു Kc⁻1/n. ഞാൻ ലോഗ് അപ്ലൈ ചെയ്താൽ log x/m is equal to log k plus 1/n log c. ഓക്കെ ആണല്ലോ. ഈ ലോഗ് കെ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. സോ സാധാരണ നമ്മൾ ഈ എക്സ്പ്രഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പം ലോഗ് x/a ഇസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ a പ്ലസ് ബി ലോഗ് സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സോ a പ്ലസ് ബി ലോഗ് സി, കാരണം ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, വേരിയബിൾ മാത്രം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഇനി അതിൽ ആദ്യത്തെ കേസ് നോക്കൂ, x/m. ആദ്യത്തെ കേസിൽ x/m 4 milligram per gram ആണ്. സോ ആദ്യത്തെ കേസിൽ ലോഗ് 4 എന്ന് ഞാൻ കൊടുത്തു ഇസ് ഈക്വൽ ടു a പ്ലസ് ബി. അതിൻ്റെ കറസ്പോണ്ടിങ് കോൺസെൻട്രേഷൻ ഓഫ് ഫിനോൾ എത്രയാണ്, 10 milligram per gram ആണ്. അപ്പോൾ b ലോഗ് 10 എന്ന് വന്നു. ഇനി രണ്ടാമത്തെ കേസിൽ x/m എത്രയാണ്, ലോഗ് 10 ആണ് അല്ലേ, 10 ആണ്. അപ്പോൾ ലോഗ് 10 ഇസ് ഈക്വൽ ടു a പ്ലസ് ബി. അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, ലോഗ് 16. ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 2. അല്ലെങ്കിൽ ഇതിൻ്റെ ലോഗ് വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ 1ഉം 2 ആക്കി വിളിക്കാം. അപ്പോൾ ലോഗ് 4 എന്ന് പറഞ്ഞാൽ 2 log 2 ആണെന്ന് വെച്ചാൽ 0.6 ആണ്. അപ്പോൾ 0.6 ഇസ് ഈക്വൽ ടു a പ്ലസ് ബി എന്ന് വരും, കാരണം ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. ഇവിടെ ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു a പ്ലസ് ലോഗ് 16 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2⁴ ആണ് അല്ലേ, 2⁴. അപ്പോൾ 4 log 2 എന്ന് വരും. ലോഗ് 2 0.3 ആണ്. അപ്പോൾ 4 log 2 എന്ന് പറഞ്ഞാൽ 1.2 b എന്ന് വരും അല്ലേ, 1.2 b. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 2. ഇനി ഈ 2 ഇക്വേഷന് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഒന്നും കൂടി അത് ഇവിടെ എഴുതാം. a പ്ലസ് ബി ഈക്വൽ ടു 0.6, ഇക്വേഷൻ നമ്പർ 1, ആൻഡ് a പ്ലസ് 1.2 b ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് 2 - 1 ചെയ്യാം. 2 - 1 ചെയ്യുമ്പോൾ a ക്യാൻസൽ ആയി 1.2 b മൈനസ് ബി എന്ന് പറയുമ്പോൾ എത്ര വരും, 0.2 b എന്ന് വരും. അപ്പോൾ 0.2 b ഈക്വൽ ടു 0.4 എന്ന് വരും. സോ b ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. b ഇസ് ഈക്വൽ ടു 2. ഇനി എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ a പ്ലസ് 2 ഈക്വൽ ടു 0.6. അപ്പോൾ a ഈക്വൽ ടു 0.6 മൈനസ് 2. അപ്പോൾ a ഇസ് ഈക്വൽ ടു -1.4. അപ്പോൾ എൻ്റെ വാല്യൂ -1.4ഉം കിട്ടി, ബീൻ്റെ വാല്യൂ 2 എന്നും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഈ മൂന്നാമത്തെ കോൺസെൻട്രേഷൻ C3
C3 അതേ അഡ്സോർബൻറ്റിലൂടെ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ എത്ര അഡ്സോർബ്ഡ് ആവും? എക്സ് ബൈ എമ്മിൻ്റെ വാല്യൂ എത്ര? സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു എ പ്ലസ് ബി ലോഗ് സി. ഇതല്ല ഇക്വേഷൻ, എ പ്ലസ് ബി ലോഗ് സി. ഇതിൽ എ വാല്യൂ -1.4, ബി വാല്യൂ 2, സി എത്രയാ? സി 20 ആണ്. അപ്പോൾ ലോഗ് 20. ഇതാണ് ലോഗ് എക്സ് ബൈ എം. അപ്പോൾ നോക്കുക, -1.4 + 2 ലോഗ് 20 എന്ന് പറഞ്ഞാൽ ലോഗ് 10 × 2 എന്നാണ്. അപ്പോൾ ലോഗ് 10 × 2 ലോഗ് 10 + ലോഗ് 2 ആണ്. അപ്പോൾ ലോഗ് 10 + ലോഗ് 2 എന്ന് പറഞ്ഞാൽ 1.3 അല്ലേ? ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1, ലോഗ് 2 എന്ന് പറഞ്ഞാൽ 0.3, അപ്പോൾ 1.3. അപ്പോൾ -1.4 + 2.6 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 എന്ന് വരും. അപ്പോൾ ലോഗ് എക്സ് ബൈ എമ്മിൻ്റെ വാല്യൂ എത്രയായിരുന്നു? എക്സ് ബൈ എം ആണ് കണ്ടുപിടിക്കേണ്ടത്. ലോഗ് എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു 1.2. സോ ഈ 1.2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1.2 ഇറ്റ് ഈസ് 4 × log 2 എന്ന് എഴുതിക്കൂടെ? 4 × log 2, അതായത് 4 × 0.3. 4 × 0.3 എന്ന് പറയുമ്പോൾ log x ബൈ എം ഇസ് ഈക്വൽ ടു 4 log 2 എന്ന് എനിക്ക് എഴുതാമല്ലോ 1.2നെ. ദാറ്റ് ഇസ് ഈക്വൽ ടു log x ബൈ എം ഈക്വൽ ടു log 2⁴ എന്ന് എഴുതാമല്ലോ. സോ വാട്ട് ഇസ് x ബൈ എം? x ബൈ എം ഇസ് ഈക്വൽ ടു 2⁴, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 16. സോ x ബൈ എം എത്രയാണ്? 16 mg/g ആണ്. ആ ഒരു കോൺസെൻട്രേഷനിൽ നിങ്ങൾ ഫിനോളിനെ ഫ്ലൈ ആഷിലൂടെ കടത്തി വിട്ടാൽ അവിടെ അബ്സോർബ്ഡ് ആവുന്ന ക്വാണ്ടിറ്റി. ഓക്കെ.